എന്താ മേഡം രാവിലെ ഭയങ്കര ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലർക്ക് ആലോചന ഉണ്ട് വലിയൊരു വിഷയം. ഇന്ന് രാവിലെ ഞാൻ ഉറക്കത്തിൽ നീട്ട് വന്ന മുതൽക്ക് എൻ്റെ മണ്ടയിൽ ഒരു വിഷയം ഇങ്ങനെ തിങ്ങി വിങ്ങിക്കൊണ്ടിരിക്കുക. അത് ആരോടെങ്കിലും പറയണം. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തല പൊളിഞ്ഞു പോകുന്നു, വെടിച്ചു പോകുന്നു. തല പൊളിഞ്ഞൊന്നും പോകണ്ട, എന്നോട് പറഞ്ഞോളൂ. എന്താ കാര്യം? വേറൊന്നുമില്ല. ഇപ്പോൾ ഈ ഭൂമി എല്ലാവരും പറയണ്ട ഭൂമി തന്നെത്താൻ ചുറ്റുണ്ടെന്ന്. ചുറ്റുകൊണ്ടിരിക്കണേ ശരിയാ? അപ്പം നമ്മൾ ഭൂമി ചുറ്റുമ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ള നമ്മൾ ചുറ്റുമ്പോൾ വീഴില്ലേ, നമുക്ക് തല കറങ്ങില്ലേ? ഭൂമി തന്നെ ചുറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് തല ചുറ്റും ഭൂമി ചുറ്റണതേ അറിയുന്നില്ല. അതാണ് ഭൂമി. അതങ്ങനെയാ? അതങ്ങനെ തന്നെ. ശരി, എന്നാൽ അടുത്തത് എന്താ വെച്ചാൽ ഭൂമിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് വരാൻ, തന്നെത്താൻ ചുറ്റിയിട്ട് വരാൻ 24 മണിക്കൂറാകും എന്ന് പറയുന്നു. 24 മണിക്കൂർ. ഞാൻ അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ അത്? 24 മണിക്കൂറാവും. ശരി. അപ്പോൾ അപ്പോഴാണ് അത്ര പിന്നെ രാത്രി പകലൊക്കെ ഉണ്ടാവുന്നത്. ശരി. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതേ ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് വരാൻ 400-500 ദിവസമാവുമെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുക? അതെങ്ങനെ എത്ര ലേറ്റ് ആവണേ? ആരാ പറഞ്ഞത്? എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെയല്ലേ? പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്, ബുക്കുകളിലൊക്കെ ഉണ്ട്. ഈ ഭൂമി സൂര്യന് ഒരു പ്രാവശ്യം ചുറ്റി വരണമെങ്കിൽ 365 ദിവസം ആകും. അങ്ങനെ ഒരു കൊല്ലം പിടിക്കും. അങ്ങനെയാണ്. 400-500 ദിവസം ഇല്ല. എന്നാലും അതും ജാസ്തിയാ. 365 ദിവസം പറഞ്ഞാലും ജാസ്തിയാണ്. ഇപ്പോൾ ഭൂമി തന്നെത്താൻ ചുറ്റാൻ വെറും 24 മണിക്കൂർ എടുക്കുന്നു, അതായത് ഒരു ദിവസം. അതേ ഭൂമി സൂര്യനെ ഓരോ പ്രാവശ്യം ചുറ്റിയിട്ട് വരാൻ ഒരു 4-5 നാളിൽ ചുറ്റിയിട്ട് വന്നൂടെ? അതെങ്ങനെയാ അത് പറ്റാത്തത്? സയന്റിസ്റ്റുമാരുണ്ടല്ലോ, അവരത് എങ്ങനെ നോക്കി അവരാളെ ഇത് എങ്ങനെ കണ്ടുപിടിച്ചില്ലേ? അതെന്താ? അവർക്കറിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. കാരണം ഭൂമി എന്തിനാ അത്ര 365 ദിവസം ആക്കണമെന്ന് സൂര്യനെ ചുറ്റാൻ? സൂര്യനെ ചുറ്റാൻ ഭൂമിക്ക് എന്തുകൊണ്ടാണ് 365 നാളാവുന്നത്? അതിന് കാരണം ഞാൻ കണ്ടുപിടിച്ചോ. വേറൊന്നല്ല, ഞാൻ പറയാം. ഇപ്പോ നമ്മ വീട്ടിൽ നിന്ന് പോവാ കാറെടുത്തിട്ട്. കാറെടുത്ത് പോകുമ്പോ റോഡിൽ അവിടെ പോകുമ്പോ സാധാരണ വഴിയിൽ പോകുമ്പോ പറയും, ഇതല്ല ഇത് വൺ വേ ആക്കി, അതിലേ പൊക്കോളിൻ പറഞ്ഞിട്ട് തിരിച്ചു വിടും, ഡൈവേർട്ട് ചെയ്യും പോലീസുകാര്. നമ്മൾ എവിടേക്കോ പോയി ചുറ്റിയിട്ട് ഓഫീസിലേക്ക് എവിടേക്കാ പോകേണ്ടത് അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അതിനെന്താ കാരണം? ഇവരെല്ലാം വൺ വേ ആക്കിയിട്ടുണ്ടാവും. അത് നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോഴാണ് അറിയണത്. വൺ വേ ആക്കിയിട്ട് അതങ്ങനെ ഒരു വട്ടം തിരിച്ചില്ല അത് രാവിലെ. അതേമാതിരി ഈ ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി സൂര്യനെ ചുറ്റാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് വരണ്ടേ? ആ പാതയിൽ എന്താ ചെയ്തിരിക്കണമെന്നറിയോ? ഗവൺമെന്റ് അവിടെയും വൺ വേ ഇട്ടു. ട്രാഫിക് കൺട്രോൾ ചെയ്യാനാണെന്ന് അവിടെയും വൺ വേ ഇട്ടു. ഭൂമിക്ക് വേഗത്തിൽ പോകാൻ പറ്റുന്നില്ല. അവിടെ വൺ വേ ആക്കിയ കാരണമാണ് ഭൂമി എവിടേക്കോ ചുറ്റിയിട്ട് വരുമ്പോഴേക്കും 365 നാള്, ഒരു വർഷം ആകണം. ഇതാണ് കാരണം. ഞാൻ കണ്ടുപിടിച്ചോ? വെരി ഗുഡ്. കൊള്ളാം ചേച്ചി മേടിക്കാം. ശരി, താങ്ക് യു. അപ്പം ഞാൻ കുറച്ച് പണിയുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട. എന്താ? ഒന്നും കൂടെ പറയണ്ട നിങ്ങളോട്. അതെന്താ ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. മറന്നു. പിന്നെ ഞാൻ പറയാം. മാറുമ്പോൾ ഇപ്പൊ പോയിക്കോളൂ. ഓക്കെ.